വന്നിട്ട് ഇത്രയും സമയം എന്നിട്ട് ശിവാനി ഉറക്കണിച്ചില്ല. ഇതെന്തിനു ഉറക്കണോ ഈ കൊച്ച്? റൂമിൽ പോയി നോക്കിയാലാ? വേണ്ട, ക്യാഷ് ഉണ്ടെന്നുള്ള ഐഡിയ ഒക്കെ വാങ്ങിച്ചു പിടിക്കേണ്ടി വരും. സമയമുണ്ടല്ല, നോക്കാം. ഈ പെണ്ണ് കാണാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല സത്യം പറഞ്ഞു. അതെന്താളിയാ? എന്റെ ഒരു ഫ്രണ്ടേ, അവൻ പെണ്ണ് കണ്ടത് 89 പെൺപിള്ളാരെ. എത്ര? 89. 89? ആന്ന്. അവനിപ്പൊ പെണ്ണ് കെട്ടാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവന് 11 പെൺപിള്ളാരെയും കൂടെ കാണണമെന്ന്. അതെന്ത്? അതാവുമ്പോ സെഞ്ചുറി അടിക്കുമല്ലോ. മിസ്റ്റർ മാനേജർ, ഇവിടെ ഒരു ഗസ്റ്റ് ഉള്ള കാര്യം മറന്നുപോയി. അയ്യോ സോറി സാർ, നമ്മളെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ സംസാരിച്ച് ഒരു ഫ്ലോയിൽ അങ്ങ് സംസാരിച്ചു പോയി സാർ. നിങ്ങൾ സംസാരിച്ചോളൂ, എനിക്ക് ശല്യം ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചോളൂ. ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കാം. വേണ്ട, മാറിയിരിക്കണ്ട. നിങ്ങൾ എന്ത് കാര്യമാണ് സംസാരിച്ചോണ്ടിരുന്നത്? ഞാനും കേക്കട്ടെ. എന്നാ സാർ ഇരിക്കാം. നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നത്? നമ്മള് സംസാരിച്ചോണ്ടിരുന്നത് അളിയാ പറഞ്ഞാലേ, അളിയൻ ലക്ഷ്യ പെണ്ണ് കാണാൻ വന്നല്ലോ. അത് അളിയന്റെ എത്രാമത്തെ പെണ്ണ് കാണലായിരുന്നു? എന്റെ ഒന്നാമത്തെ പെണ്ണാണല്ലേ സെറ്റായ? ലോക്ക് ചെയ്തില്ലേ? കണ്ട് പഠിക്കേ. അല്ല, എന്നോട് കണ്ട് പഠിക്കേ. പ്രശ്നമാണൊന്നും അല്ല. പിന്നെന്തായിരുന്നു പ്രശ്നം? പെണ്ണ് കണ്ട് പോയ ശേഷമേ എനിക്ക് ഭയങ്കര ആഗ്രഹം ലച്ചൂസിനെ ഒന്നുകൂടെ കാണണമെന്ന്. അത് വരും. പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആഗ്രഹം വരും. അങ്ങനെ കൊറേ ആഗ്രഹമായപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വന്നു വണ്ടി എടുത്ത് വന്ന് ലച്ചൂസിനെ ഒക്കെ കണ്ട് തിരിച്ചു പോകാൻ നേരത്ത് വണ്ടി എടുത്തപ്പോ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ടാക്സി വിളിച്ച് തിരിച്ചു പോകാറുണ്ട്. എടാ, പഴയ കാലമല്ലേ, അന്ന് ടാക്സി ഇല്ലല്ലോ. അപ്പൊ വല്ല ഹോം സ്റ്റേ വല്ലതും സെറ്റപ്പ് ഇതേപോലെ? അന്നത്തെ കാലത്ത് ഇതുപോലെ ഹോം സ്റ്റേ ഒന്നും ഈ ഏരിയയിലില്ല. എടാ മണ്ട, ഇവിടെ അന്ന് ഹോം സ്റ്റേ തുടങ്ങിയിരുന്നെങ്കിലേ ആളിന് വന്ന് കണ്ട് ഇവിടെ താമസിച്ച് എന്നിട്ട് രാവിലെ എണിച്ച് പോവാറുന്നല്ല. എന്ത്? അത് പറ്റൂലായിരുന്നു. എന്ത്? അതൊന്നും അമ്മൂമ്മയല്ലേ അളിയാ പറഞ്ഞേ? അമ്മൂമ്മ പറഞ്ഞത് പറ്റൂല. അമ്മൂമ്മ പറഞ്ഞേ പറ്റൂ. ചിലപ്പോഴേ പഴയ ആൾക്കാരെ കാണല്ലോ, അവര് വല്ലതൊക്കെ വിചാരിച്ചു. അതിവിടെ അത് പോട്ടെ, അമ്മ എന്ത് പറഞ്ഞു? അത് സംഭവം എന്താന്ന് വെച്ചാ സാറേ, നമ്മളെല്ലാരും അമ്മൂമ്മ അടുത്ത് പറഞ്ഞ് പോട്ട് അളിയൻ വന്ന് എന്തായാലും പെണ്ണൊക്കെ കണ്ട് ഉറപ്പിച്ചതാണല്ലോ, ഭാവിയില് കെട്ടിച്ചു കൊടുക്കാനുള്ളതാണല്ലോ, അളിയൻ താമസിച്ചിട്ട് പോക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അമ്മൂമ്മ സമ്മതിക്കണില്ല. കാര്യം പറയാം, നമ്മൾ അമ്മൂമ്മ എടുത്ത് ചോദിച്ച് അതെന്താ അമ്മൂമ്മ സമ്മതിക്കാത്തേന്ന്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, എന്ത് പറഞ്ഞു? മക്കളെ, എന്റെ ഒരു വിശ്വാസം അതാണെന്ന് പറഞ്ഞു. അതായത് അമ്മൂമ്മയുടെ വിശ്വാസം എന്താന്ന് വെച്ചാല്, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ആ പെണ്ണിന്റെ വീട്ടില് ആ കൊച്ചിനെ കെട്ടാൻ പോണ ചെക്കൻ വന്നൊരു രാത്രി താമസിച്ച് കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ അവരുടെ കല്യാണം നടക്കൂല. ഒന്നുകൂടെ ക്ലിയർ ചെയ്യണോ? അതായത് അങ്ങനെ കമ്പയർ ചെയ്യാം. നമ്മുടെ അളിയൻ ലച്ചു ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നു, ഉറപ്പിച്ചു, പോയി, പിന്നെയും കാണാൻ വന്നു. അന്ന് രാത്രി അളിയൻ ഇവിടെ കിടന്നായിരുന്നു എങ്കിൽ ഇവിടെ കല്യാണം നടക്കൂല. അന്ന് ഞാൻ പോയതുകൊണ്ട് എന്താ ഇന്ന് എനിക്ക് എന്റെ ലച്ചൂസിനെ കിട്ടിയില്ലേ? കിട്ടി. ആ സംഭവേ നമ്മൾ അമ്മൂമ്മ എടുത്ത് ചോദിച്ചു, ഇതിലൊക്കെ വലിയ സത്യസന്ധത ഉണ്ടോ ചോദിക്കണമല്ലോ. പിന്നെ നമ്മള് ചോദിച്ചില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ അമ്മൂമ്മ എന്തോ പറഞ്ഞെന്നറിയൂ? അതാണ് എനിക്ക് അറിയണ്ട. അപ്പൊ അമ്മൂമ്മ എന്ത് പറഞ്ഞു? ഒരു 10, 350, 370 കല്യാണം ഇതേ ഒറ്റ റീസൺ കാരണം മുടങ്ങിപ്പോയത്.
ദൈവമേ 370 എന്നൊക്കെ ഇത്രയുണ്ടല്ലേ? ഇത് വിശ്വസിക്കേണ്ട കാര്യം കേട്ടാ. അളിയോ എങ്കിൽ പിന്നെ നമുക്ക് സാറിനുള്ള രാത്രിത്തേക്കുള്ള ഫുഡിന്റെ കാര്യം നോക്കിയാലോ? സാറിനുള്ള നൈറ്റ് മെനു ഞങ്ങൾ പോയി നോക്കിട്ട് വരാം. അളിയൻ കല്യാണത്തിന് മുന്നേ ഇവിടെ നിന്നിരുന്നെങ്കിൽ കല്യാണം നടക്കാതെ പോയെന്ന. അപ്പൊ ഞാൻ ഇവിടെ നിന്നാ ശിവാനിയെ കിട്ടൂല എനിക്ക്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അതെ കേശു, ലച്ചേച്ചി, കേശുവേ. തീർന്നില്ലേ ഇത്? എല്ലാരും ഉണ്ടല്ലോ അല്ലേ? അതെ, ഞാൻ പോവുകയാണേ. എവിടെ പോണ്? അല്ല അത് പിന്നെ ചെന്നൈയില് ലോഡ് വന്നിരിക്കണം, അത് വേഗം ഇറക്കി വെക്കണം. രാത്രി ആവാറായില്ലേ? ഇനിയിപ്പോ നാളെ പോ. അതാ പ്രശ്നം, നേരത്തെ അത് ഇറക്കി വെക്കണം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അങ്ങ് പോയാലോ? ഒരുപാട് കാശ് ചെലവാക്കിയതല്ലേ, നാളെ പോയാ പോരെ? അത് നാളെ പോയാ പോരാ, ലോഡ് ഇറക്കി വെച്ചില്ലെങ്കിൽ ആരെങ്കിലും അടിച്ചോണ്ട് വെക്കളെ. നൈറ്റ് നാങ്ക ഫുഡെല്ലാം റെഡി സെഞ്ചു വെച്ചിരിക്കോ? അത് കുഴപ്പമില്ല, നിങ്ങൾ എല്ലാം കൂടെ പങ്കിട്ട് കഴിച്ചു. എനിക്ക് വേണ്ട സാറേ അങ്ങനെ പോയല്ലോ. സാർ എന്തായാലും ഇത്രയും ഒക്കെ നിന്നല്ലേ, ഒരു കാര്യം ചെയ്യും, വെളുപ്പിനെ പോവാ നാളെ. വേണ്ട, വെളുപ്പിന് പോയാൽ ശരിയാവില്ല. ലോഡ് ഞാൻ തന്നെ നിന്ന് എണ്ണി തിട്ടപ്പെടുത്തി ഇറക്കി വെക്കണം, അതല്ലെങ്കിൽ. ഓ ശരി. എന്തായാലും അമ്മൂമ്മ, സാറ് ഇത്രയും കാര്യമായിട്ട് പറയുന്നുണ്ട്. അതെ. ബാക്കി പേയ്മെന്റ് തന്നിട്ട് ബാക്കി പേയ്മെന്റ് അതിന് ഞാൻ താമസിച്ചില്ലല്ലോ. താമസിച്ചാലും താമസിച്ചില്ലേലും റൂമിന്റെ പേയ്മെന്റ്, ഹോം സ്റ്റേയുടെ പേയ്മെന്റ് തരണം. ഫൈനും ചേർത്ത്. ഫൈനാ? എന്തിനാ ഞാൻ ഫൈൻ ഇറങ്ങും? ഫൈനും ചേർത്ത് തന്നേ പറ്റുള്ളൂ. അതെന്തിനാ ഞാൻ ചോദിച്ചത്? മുനേ കുട്ടാപ്പി സാറേ, ഒരു ഹോം സ്റ്റേ നമ്മൾ എടുക്കുമ്പോ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിച്ചു നോക്കണം. അത് സത്യം പറഞ്ഞാലേ ഞാൻ തിരക്കിനിടയിൽ ഇങ്ങനെ വന്നപ്പോഴേ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ വായിക്കാൻ വിട്ടുപോയി. ഇനി വായിച്ചു നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി വായിച്ചു നോക്കാം. നമ്മളപ്പോ സുഹൃത്തുക്കളായിട്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ. സാറിനെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ഹോം സ്റ്റേയില് ചെക്ക് ഇൻ ചെയ്ത ശേഷം താമസിക്കാതെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ 5000 രൂപ ഫൈനായിട്ട് തരേണ്ടതുണ്ട്. 5000 രൂപ തന്നാൽ സാറിന് പോകാം. തന്നില്ലെങ്കിലോ? ഞാനിവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കും. ഇവിടുത്തെ SI അറിയാലോ. സിമ്പിൾ. ഓൺലൈൻ. 4850. ബാക്കി 150. 150 പിന്നെ 2 വട്ടം നിനക്കും 1 വട്ടം ആന്റിക്കും ടിപ്പ് വന്നില്ലേ 50 വെച്ച്, അതിൽ കുറച്ചോ? വേണ്ട. എന്റെ ചെരുപ്പ് അവിടെ വെച്ചാൽ ഓക്കെ. അപ്പൊ ശരി എന്നാ. അതെ, ശിവാന്റെ അടുത്ത് പറയണേ ഇത്രയും നേരം റൂം അടച്ചിട്ട് കിടന്ന് ഉറങ്ങല്ലെന്ന് പറയാം കേട്ടാ. അപ്പൊ ശരി, ഇതുവഴി അങ്ങ് പോവാ. ശിവാനി ചെന്നൈയിലാടാ മണ്ട. നമ്മളോടാ അവന്റെ കളി.